ഇത് തിരുവനന്തപുരത്ത് ഈഞ്ചയ്ക്കൽ എന്ന ഭാഗമാണ്. ഇപ്പോൾ ഈഞ്ചയ്ക്കൽ ഒരു മേൽപ്പാലം പണിത് അങ്ങനെ പകുതിയിൽ സ്റ്റോപ്പായി നിൽപ്പുണ്ട്. സ്റ്റോപ്പാവാൻ കാര്യം ആദ്യം ഒരു കോൺട്രാക്റ്റ് എടുത്തു. ആ കോൺട്രാക്റ്റ് വർക്ക് ക്യാൻസലാക്കി. പിന്നെ രണ്ടാമത്തെ ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ വർക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ തിരക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഈ വർക്ക് ഇങ്ങനെ കോൺട്രാക്റ്റ് രണ്ടാമത് എടുത്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് അവിടെ ആരംഭിച്ചിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് സാധാരണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രാവിലെയും വൈകുന്നേരവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ ലുലു എന്ന് വരുമ്പോൾ ഈഞ്ചക്കിലോട്ട് വരുന്ന മേൽപ്പാലത്തിന്റെ മുകളിലെ ബ്ലോക്കാണ്. ആ ഈഞ്ചക്കിലെ പാലത്തിന്റെ അവിടുത്തെ ബ്ലോക്കാണ് ഇങ്ങ് വരെയും വന്നേക്കണം. ഇതേ സമയം അപ്പർ സൈഡും ഉണ്ട്. കോളം പിഴിഞ്ഞ ഭാഗത്ത് നിന്ന് വരുമ്പോഴും ഈഞ്ചക്കിൽ പാലം എത്തുമ്പോൾ ഈ സെയിം ബ്ലോക്കാണ്. കാരണം രാവിലെയും വൈകുന്നേരം സ്കൂൾ കുട്ടികളും ജോലി കഴിഞ്ഞ് വരുന്നവർക്കെല്ലാം ഈ ബൈപ്പാസ് ഒരു ആശ്രയമാണ് പെട്ടെന്ന് വീടെത്താൻ വേണ്ടി. ഇതിപ്പം സിറ്റിക്കകത്തൂടെ പോയാലും ബ്ലോക്കാണ്, ഇതിനകത്തൂടെ ബൈപ്പാസ് വഴിയും പോയാലും ബ്ലോക്കാന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ പോയിട്ടിരിക്കുന്നത്. കാരണം ഞാൻ ഒട്ടുമിക്ക ദിവസം കൊണ്ട് ഇപ്പോൾ ജോലി അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടും പോകണം. അപ്പോൾ എനിക്ക് ഈ വൈകുന്നേര സമയങ്ങളിൽ എനിക്കില്ല ഒട്ടുമിക്ക എല്ലാവർക്കും കണ്ടില്ലേ, ഇത് അപ്പർ സൈഡ് ബ്ലോക്കായി, അടുത്ത് ഈ സൈഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഈ സൈഡിൽ വണ്ടി വിടും. അങ്ങനെ ഈ ബ്ലോക്ക് ബൈപ്പാസ് വരെ അങ്ങ് അറ്റം വരെ മേൽപ്പാലം വരെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ, ഈ പാലം ഇവിടെ പകുതി വെച്ച് നിൽക്കുകയാണ്. അവിടെ വെച്ച് സ്റ്റോപ്പായിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് കോൺട്രാക്ട് എടുത്ത കമ്പനി ഉടൻ തന്നെ പണി പൂർത്തിയായെങ്കിൽ സാധാരണക്കാർക്ക് സൗകര്യമായിരുന്നെങ്കിൽ പോയി വരാനും എല്ലാവർക്കും ആംബുലൻസിനും എല്ലാം ഒരു സൗകര്യമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പണി